സോ നമ്മൾ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഇൻ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് ഈച്ച് റൗട്ടർ മെയിൻറ്റെയിൻസ് എ റൂട്ടിംഗ് ടേബിൾ. ഓരോ റൗട്ടറും ഒരു റൂട്ടിംഗ് ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇൻഡെക്സ്ഡ് ബൈ ആൻഡ് കണ്ടെയ്നിങ് വൺ എൻട്രി ഫോർ ഈച്ച് റൗട്ടർ ഇൻ ദ സബ്നെറ്റ്. ഓരോ എൻട്രിയും ഓരോ റൂട്ടറിനും ഉണ്ട്. And that router will be in the subnet. Okay, this entry contains two part. ആ എൻട്രിക്ക് രണ്ട് പാർട്ടുണ്ട്. ഒന്നാമത്തേന്ന് വെച്ചാൽ ദ പ്രിഫേർഡ് ഔട്ട് ഗോയിങ് ലൈൻ. ഏത് ലൈനിൽ കൂടെ പാസ്സാവുന്നത്, ഔട്ട് ഗോയിങ് ലൈൻ, പ്രിഫേർഡ് ആയിട്ടുള്ള ഔട്ട് ഗോയിങ് ലൈൻ ഏതാണ്, ടു യൂസ് ഫോർ ദ ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷന് വേണ്ടി യൂസ് ചെയ്ത ഔട്ട് ഗോയിങ് ലൈൻ ഏതാണ്. ആൻഡ് അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ഓഫ് ടൈം ഓർ ഡിസ്റ്റൻസ് ടു ദാറ്റ് ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ടൈം. So it contained two parts. The first was the preferred outgoing line to that destination, and the estimated time to get into that destination, right? Okay, another distance vector routing ആണ്. Table updating method. Assume that the router knows the delay to each of its neighbors. അപ്പം നമുക്കൊന്ന് അസ്യൂം ചെയ്യാം, റൗട്ടറിന് അറിയാം എന്തൊക്കെ ഡിലേ ടു ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ്. അതിൻ്റെ നെയ്ബേഴ്സിനോടുള്ളൊരു ഡിലേ എല്ലാ റൗട്ടറിനും അറിയാമെന്ന് അസ്യൂം ചെയ്യുക. വൺസ് എവറി ടി മില്ലി സെക്കൻഡ്സ്, എല്ലാ ഒരു ടി മില്ലി സെക്കൻഡ്സിൽ ഈച്ച് റൗട്ടർ സെൻഡ്സ് ടു ഈച്ച് നെയ്ബർ എ ലിസ്റ്റ് ഓഫ് ഇറ്റ്സ് എസ്റ്റിമേറ്റഡ് ഡിലേസ് ടു ഈച്ച് ഡെസ്റ്റിനേഷൻ. ഓരോ ഡെസ്റ്റിനേഷനിലുള്ള എസ്റ്റിമേറ്റഡ് ഡിലേസ് ഓരോ ടി എം സെക്കൻഡിൽ റൗട്ടർ സെൻഡ് ചെയ്യും ടു ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ്. അടുത്തത്, ഇറ്റ് ഓൾസോ റിസീവ്സ് എ സിമിലർ ലിസ്റ്റ് ഓഫ് ഈച്ച് നെയ്ബർ. ആൻഡ് ആ റൗട്ടറിൻ്റെ വേറെ നെയ്ബറുകളിൽ നിന്നും അവർക്കും കിട്ടും. ഇമാജിൻ ദാറ്റ് വൺ ഓഫ് ദീസ് ടേബിൾസ് ഹാസ് ജസ്റ്റ് കം ഇൻ ഫ്രം നെയ്ബർ എക്സ്. ഇമാജിൻ ചെയ്യുക, ഇതുപോലൊരു ടേബിൾ നമുക്ക് കിട്ടി ഫ്രം ദ നെയ്ബർ എക്സ്, with xi being x estimate of how long it takes to get to the router I. അപ്പം എക്സിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ട് to how long it would get into the router I with xi വെച്ചിട്ടാണ് എക്സിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഐയിലേക്ക് വരുമെന്ന്. ഇഫ് ദ റൗട്ടർ നോസ് ദാറ്റ് ഡിലേ ടു എക്സ് ഇസ് എം സെക്കൻഡ്, സോ ആ എക്സിന് ആ ഡിലേ അറിയാമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് എം സെക്കൻഡ്, m millisecond, it also know that it can reach router I via xi plus m second. Okay, if the router knows that the delay to x is millisecond, m ആണ് അതിന് ഡിലേ എന്ന് അറിയാമെങ്കിൽ it knows that it can reach router ഐയിലേക്ക് അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റും ബൈ xi പ്ലസ് എം സെക്കൻഡ്. അതായത് വേറെ ഒന്നുമല്ല, ഇമാജിൻ ദാറ്റ് വൺ ഓഫ് ദീസ് ടേബിൾസ് ഹാസ് ജസ്റ്റ് കം ഇൻ ഫ്രം ദ നെയ്ബർ എക്സിൽ നിന്നാണ് നമുക്ക് ആ റൗട്ടിംഗ് ടേബിൾ വന്നതെങ്കിൽ, ആൻഡ് xi എന്ന് പറയുന്നതാണ് നമ്മുടെ എസ്റ്റിമേറ്റ് ടു റീച്ച് ടു ഗെറ്റ് ഇൻ ടു ദ റൂട്ടർ ഐ എന്നെങ്കിൽ നമുക്ക് if the router knows the delay to x is m in millisecond, and it knows that each router I via x എന്ന് പറയുന്നത് xi plus m second ആണ്. Okay, by performing this calculation for each neighbor, a router can find out the estimate seems best and use estimate and corresponding line new routing table. So ഇവിടെ നമുക്ക് കാണാം, നമുക്ക് ജെന്നെയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ന്യൂ റൗട്ടിംഗ് ടേബിൾ ഫോർ ജെ ആണ് ചെയ്യേണ്ടത്. സോ ജെ എ, ജെ ഐ, ജെ എച്ച്, ജെ കെ ഉണ്ട്, കാണാമല്ലോ. അതിനിടയിലായിട്ട് പറയാം. ആദ്യം നമുക്ക് ഇലസ്ട്രേഷൻസ് നോക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു എക്സാമ്പിളും കൂടി ചെയ്യുക, കാരണം എക്സാംസിന് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കും. ഓക്കെ നോക്കാം. ഇലസ്ട്രേഷൻ സ്റ്റെപ്പ് 1, ഈച്ച് റൗട്ടർ പ്രിപ്പയർ ഇറ്റ്സ് റൗട്ടിംഗ് ടേബിൾ. ഓരോ റൗട്ടറും അവരുടെ റൗട്ടിംഗ് ടേബിൾ റൗട്ടർ പ്രിപ്പയർ ചെയ്യും. ബൈ ദ ലോക്കൽ നോളജ് ഈച്ച് റൗട്ടർ നോസ് അബൌട്ട്. അവരുടെ ലോക്കൽ നോളജ് വെച്ചിട്ട് ഓരോ റൗട്ടറിനും അവർക്കറിയാൻ പറ്റും ഓൾ ദ റൗട്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദ നെറ്റ്വർക്ക്, ഏതൊക്കെ റൗട്ടർ പ്രസൻ്റ് ആണ്, ആൻഡ് ഡിസ്റ്റൻസ് ടു ഇറ്റ്സ് നെയ്ബറിങ് റൗട്ടേഴ്സ്. ഓക്കെ, ഡിസ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ,
അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് 2, ഈച്ച് റൗട്ടേഴ്സ് എക്സ്ചേഞ്ച് ഡിസ്റ്റൻസ് വെക്റ്റർ വിത്ത് ഇറ്റ്സ് നെയ്ബറിംഗ് റൗട്ടേഴ്സ്. സോ അവരുടെ ഡിസ്റ്റൻസ് വെക്റ്റർ നെയ്ബറിംഗ് റൗട്ടേഴ്സിനോട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. Each router prepares a new routing table using distance vectors obtained from its neighbors. നെയ്ബേഴ്സിൽ നിന്ന് കിട്ടിയ റൗട്ടിംഗ് ടേബിൾ വെച്ചിട്ട് അവർ പ്രിപ്പയർ എ ന്യൂ റൗട്ടിംഗ് ടേബിൾ. This step is repeated for n-2 times if there are n routers on the network. So നെറ്റ്വർക്കിൽ n routers ഉണ്ടെന്നിരിക്കട്ടെ. സോ ദിസ് സ്റ്റെപ്പ് ഇസ് റിപ്പീറ്റഡ്. ഇപ്പം 4 routers ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈച്ച് റൗട്ടർ പ്രിപ്പയർസ് എ ന്യൂ റൗട്ടിംഗ് ടേബിൾ. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഓക്കെ, ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ് എക്സാമ്പിൾ. സോ ഈ ഒരു എക്സാമ്പിൾ നല്ല വ്യക്തമായി നമ്മൾ നോക്കാം. So the first is consider there is a network. Consider there is a network. ഒരു മിനിറ്റ്. So consider there is a network. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. Okay. Having 4 routers, so we need to do n-2 times. Okay, that is 2 times. The weights are mentioned on the edges. എഡ്ജസിൽ വെയ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. വെയ്റ്റ്സ് കുഡ് ബി ഡിസ്റ്റൻസസ് ഓർ കോസ്റ്റ് ഓർ ഡിലേസ്. അത് ഡിസ്റ്റൻസ് ആകാം, അല്ലെങ്കിൽ കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഡിലേസ് ആവാം. ദാറ്റ് വി ഡോണ്ട് മൈൻഡ്. ഓക്കെ, സോ വാട്ട് ഈസ് സ്റ്റെപ്പ് 1? നമുക്ക് റൗട്ടിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ഫോർ ഈച്ച് റൗട്ടേഴ്സ്. ദാറ്റ്സ് our first step. So how will we create it? So look on to the slides which I am showing. So at router Aയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ റൗട്ടേഴ്സിൻ്റെ പേരങ്ങ് ഡെസ്റ്റിനേഷനിലങ്ങ് എഴുതുക. ABCD എന്നെഴുതുക. എന്നിട്ട് നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് 2 ആണ്, എയിൽ നിന്ന് എയിലേക്ക് 0 ആണ്, എയിൽ നിന്ന് സിയിലേക്ക് നമുക്കൊരു ബന്ധവും കാണില്ല. സോ വി റൈറ്റ് ഇൻഫിനിറ്റി ഓവർ ദെയർ. ആൻഡ് ഡിയിൽ നിന്ന് എയിലേക്ക് 1 ആണ്. സോ അതൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഹോപ്പ്, അത് ഏത് ഹോപ്പിൽ കൂടെയാണ് നമ്മൾ അവിടെ എത്തിയത്. സോ A0 എന്ന് പറയുമ്പോൾ എയിൽ കൂടെ തന്നെ, AB എന്ന് പറയുമ്പോഴത്തേക്ക് ബിയിൽ കൂടെ, എയും സി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ബന്ധമില്ല. സോ വി റൈറ്റ് ഒന്നും എഴുതത്തില്ല. സോ വെൻ വി റൈറ്റ് ബി, നമ്മളവിടെ ഡി എന്ന് കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് അറ്റ് റൗട്ടർ സി ആണ്, അത് അല്ല റൗട്ടർ ബി ആണ്. സോ ബി എന്ന് പറയുമ്പോൾ നമ്മൾ അതേപടി ഡെസ്റ്റിനേഷൻസ് എല്ലാം എഴുതുക. എന്നിട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതുക. പക്ഷേ ഇവിടെ ഒരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബി എന്ന് പറയുമ്പം 0 തന്നെ കൊടുക്കുക. നമ്മൾ ഏത് ഏതിൻ്റെ റൗട്ടിംഗ് ടേബിളാണ് വരയ്ക്കുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും 0 ആക്കുക. റീച്ച് ചെയ്യാൻ പറ്റാത്തതെല്ലാം ഇൻഫിനിറ്റി ആക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം സാധാ പോലെ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ റൗട്ടിംഗ് ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈച്ച് റൗട്ടർ എക്സ്ചേഞ്ച് ഡിസ്റ്റൻസ് വെക്റ്റർ ഒബ്റ്റെയിൻ ഇൻ സ്റ്റെപ്പ് 1 വിത്ത് ഇറ്റ്സ് നെയ്ബേഴ്സ്. സോ നെയ്ബേഴ്സിന് നമുക്ക് കിട്ടിയ റൗട്ടിംഗ് ടേബിൾ കൊടുക്കും. ആഫ്റ്റർ എക്സ്ചേഞ്ചിങ് ദ ഡിസ്റ്റൻസ് വെക്റ്റേഴ്സ്, ഈച്ച് റൗട്ടർ പ്രിപ്പയർസ് എ ന്യൂ റൗട്ടിംഗ് ടേബിൾ. പുതിയൊരു റൗട്ടിംഗ് ടേബിൾ അവർ ക്രിയേറ്റ് ചെയ്യും. ലെറ്റ്സ് സീ ഹൗ ഡു ദേ ക്രിയേറ്റ് ദ ന്യൂ റൗട്ടിംഗ് ടേബിൾ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, let dxy be the cost of the least cost path from node x to node y. നോഡ് എക്സിൽ നിന്ന് നോഡ് വൈയിലേക്കുള്ള ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് DXY ആയിട്ടിരിക്കുക. അതായത് DXY be the cost of the least cost path from node x to node y. നോഡ് എക്സിൽ നിന്ന് നോഡ് വൈയിലേക്കുള്ള ആ ഒരു വഴിയിലുള്ള ലീസ്റ്റ് കോസ്റ്റ് പാത്ത് DXY ആക്കുക. സോ ദ ലീസ്റ്റ് കോസ്റ്റ് ആ DXY is equal to min CXY plus DYY. അതായത് DXY എന്ന് വെച്ചാൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം x to y. CXV എന്ന് പറയുന്നത് ഇറ്റ്സ് ദ നോഡ്സ് എക്സ് കോസ്റ്റ് ഫ്രം ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ് വി. നോഡ് എക്സിൻ്റെ കോസ്റ്റ് ഫ്രം ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ് വിയിൽ നിന്നുള്ള നോഡിൻ്റെ കോസ്റ്റ്. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം നെയ്ബർ ടു നോഡ് വൈ, നെയ്ബറിൽ നിന്ന് നോഡ് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ്. മിൻ വി എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാകത്തില്ല. സോ വെൻ വി ഡു ദ പ്രോബ്ലംസ് വി വുഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഇവിടെ നോക്കാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റൗട്ടർ എ ഉണ്ടല്ലോ, റൗട്ടർ എ എടുക്കുക. റൗട്ടർ എയുടെ നെയ്ബറിങ് എന്തൊക്കെയാണെന്ന് നോക്കുക, ബിയും ഡിയും. സോ ബിയും ഡിയിൻ്റെയും ഡിസ്റ്റൻസ് വെക്റ്റർ മാത്രം, അതായത് ഇത് മാത്രമായിട്ട് നമ്മളൊരു ടേബിളിലാക്കി നമ്മൾ എഴുതുക. സോ നമ്മളിങ്ങനെ എഴുതി
ഓക്കെ, സോ അടുത്ത് നോക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് 2 ആണ്, എയിൽ നിന്ന് ഡിയിലേക്ക് 1 ആണ്. ആണല്ലോ, വേണ്ട കണ്ടോ? ഓക്കെ, മൂവിങ് ഓൺ. എന്നിട്ട് നോക്കുക, റൗട്ടർ എ പ്രിപ്പയർസ് എ ന്യൂ റൗട്ടിംഗ് ടേബിൾ. ഇനി റൗട്ടർ എ ഒരു പുതിയ റൗട്ടിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ദ കോസ്റ്റ് ഓഫ് റീച്ചിങ് ഡെസ്റ്റിനേഷൻ ബി ഫ്രം റൗട്ടർ എ. നമ്മൾ എ എപ്പോഴും 0 ആയിട്ട് തന്നെ കൊടുക്കാം. ഇനി ബി നോക്കാം, നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് എന്തൊക്കെ വഴി പോകാൻ നോക്കാം. സോ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് കോസ്റ്റ് ഓഫ് റീച്ചിങ് ഡെസ്റ്റിനേഷൻ ബി ഫ്രം ദ റൗട്ടർ എ. റൗട്ടർ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ പറ്റുന്ന ഏതൊക്കെ വഴിയാന്ന് നോക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്റ്റായിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് എത്താം, അല്ലെങ്കിൽ എയിൽ നിന്ന് ഡിയിലേക്ക് എടുത്ത് ഡിയിൽ നിന്ന് ബിയിലേക്ക് എടുക്കാം. അങ്ങനെ 8 2 അങ്ങനെ രീതിയിൽ വരും അല്ലേ, 8 2. അപ്പം ഏതാ നല്ലത്? ബിയിൽ നിന്ന് പോകുന്നതാണ്. സോ നമ്മൾ എന്തെഴുതും? ബി എഴുതും. ഓക്കെ, അതായത് മനസ്സിലായല്ലോ. അപ്പം എന്തുവാന്ന് CXY എന്ന് പറയുമ്പോൾ CXB എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിൻ്റെ കോസ്റ്റ് ഫ്രം ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബർ വി. അതായത് നമ്മൾ ബിയിൽ നിന്ന് പോകുന്നതും പിന്നെ മറ്റൊന്ന് വെച്ചാൽ എന്താണ്, വേർ ഡിസ്റ്റൻസ് ഫ്രം നെയ്ബർ ടു നോട്ട് വൈയിൽ നിന്ന്. ഓക്കെ, സോ അങ്ങനെ 2 എണ്ണം. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ഫ്രം നെയ്ബർ ടു നോട്ട് വൈ ആണ് DVY. അപ്പം നെയ്ബർ ടു നോട്ട് വൈ എന്ന് പറയുമ്പോൾ ഡിയിൽ നിന്നാണ്. അപ്പം 8. അല്ലാതെ ഡയറക്റ്റായിട്ട് നോഡ് എക്സ് കോസ്റ്റ് ഫ്രം ഈച്ച് ഓഫ് ഇറ്റ്സ് നെയ്ബർ വി എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റായിട്ട് 2 ആണ്. 2 + 0 ആണ്. ഓക്കെ, ഇപ്പുറത്തെ വഴി എന്നിട്ട് മറ്റേ വഴി അങ്ങനെ. ഓക്കെ, എന്നിട്ട് കോസ്റ്റ് ഓഫ് റീച്ചിങ് ഡെസ്റ്റിനേഷൻ സി ഫ്രം ദ റൗട്ടർ എ. അതായത് റൗട്ടർ എയിൽ നിന്ന് സിയിലേക്ക് എങ്ങനെയാണ്? 3 ഉണ്ട് 11 ഉണ്ട് അല്ലേ? നോ സോറി. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണ്, സിയിലേക്ക് എത്തണം ഫ്രം റൗട്ടർ എ. എയിൽ സിയിലേക്ക് എത്തണം. 1 + 11 ഉണ്ട്, 2 + 3 ഉണ്ട്. അല്ലാത്ത ഏറ്റവും ഷോർട്ടസ്റ്റ് എടുക്കണം. കോസ്റ്റ് ഓഫ് റീച്ചിങ് ഡി സെയിം. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതണം. 2 5 1 എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് ഏത് ഹോപ്പിൽ നിന്നാണ് നമ്മളവിടെ എത്തിയെന്നും കൂടെ എഴുതണം. ലൈക്ക്വൈസ് യു നീഡ് ടു ഫോം ദ ടേബിൾ ഫോർ റൗട്ടർ ബി. സോ ഹൗ വിൽ വി ഫോം? ഓക്കെ, സോ അങ്ങനെ നമ്മൾ എല്ലാ റൗട്ടേഴ്സിനും അങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് റൗട്ടർ ബീനെ നാണ്ട് ഇതുപോലെ കണ്ടുപിടിക്കാം, ഇതുപോലെ കണ്ടുപിടിക്കാം. എന്നിട്ട് റൗട്ടർ സീന് കണ്ടുപിടിക്കുക. റൗട്ടർ സീന് എത്ര നെയ്ബേഴ്സ് ഉണ്ട്? ഡി ഉണ്ട്, ബി ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ ലൈക്ക് വൈസ് നിങ്ങൾ ഡി കണ്ടുപിടിക്കുക. അടുത്ത സ്റ്റെപ്പ് 3 നോക്കാം. Each router exchanges its distance vector obtained in step 2 with its neighboring routers. After exchanging distance vector, each router prepares a new routing table. Okay. അതുപോലെ ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്കൊരു ഫൈനൽ റൗട്ടിംഗ് ടേബിൾ അറ്റ് ഈച്ച് റൂട്ടർ നമുക്ക് കിട്ടും. Important notes: in distance vector routing, only distance vectors are exchanged. Okay. Next, hope values are not exchanged. Only the distance vectors are exchanged. While preparing a new routing table, the router takes into consideration only the distance vectors obtained from this neighboring routers. It does not take into consideration the old routing table, but the new one. Okay. The algorithm is so called because it involves exchanging of the distance vector between the routers. Distance vector is nothing but an array of distance. Routing tables are prepared total n-1 times if there are n routers in the given network. This is because shortest path in any path between any 2 nodes contains almost n-1 energy if there are n nodes in the graph. Okay, distance vector routing suffers from count to infinity problem.